നമസ്കാരം. തൊപ്പി എന്ന നിഹാദിനെതിരെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGPക്ക് പരാതി നൽകിയിട്ട് 4-5 ദിവസങ്ങളായി. ഇത് വലിയ ഒരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ തൊപ്പിയെ പോലെയുള്ള കുറേ എന്താ പറയേണ്ടത്, മനുഷ്യരൂപം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ സ്വഭാവമോ ജീവിത രീതികളോ ഒന്നുമല്ല ഇവർക്കുള്ളത്. സമൂഹത്തെ എങ്ങനെയൊക്കെ ഇതുപോലെയുള്ളവർ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഗൗരവകരമായൊരു വിഷയം. ഈ നിഹാദ്, ജാസി, മമ്മു എന്നിങ്ങനെ ഇവൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. അവരൊക്കെ കാണിച്ചു കൂട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു അശ്ലീല പദപ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ, അത് വലിയ ദോഷമാണ് സമൂഹത്തിന് ചെയ്യുന്നത്. ഇവർക്ക് 1 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ. അതിൽ കൂടുതലും ചെറുപ്പക്കാരാണ്, ചെറിയ കൗമാരക്കാരായ കുട്ടികളാണ്. അവരെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയാണ് ഇവർക്ക്. അത് പോക്സോ കേസ്, അതുപോലെ ലഹരി മരുന്ന് ഉപയോഗം, സ്ത്രീകളുടെ അശ്ലീല പരാമർശം, അങ്ങനെ നിരവധി ഒരു ഗുരുതരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ശ്രീജിത്ത് പെരുമന കൊടുത്തിരിക്കുന്ന പരാതിയിൽ, DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ തൊപ്പിയും സംഘവും താമസിക്കുന്നത് കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ DGP ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി കളമശ്ശേരി പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. ഇതുവരെ എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഇപ്പോൾ കൊച്ചി സിറ്റി സൈബർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോകൾ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷമാണ് മയക്കുമരുന്നിനെ നിർമ്മാർജ്ജനം ചെയ്യാനും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെയും കച്ചവടക്കാരെയും ഒക്കെ പൂട്ടാനുമായി ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു സ്ഥാനവുമില്ലാതെ പുറത്തു നിൽക്കുമ്പോൾ പോലും മയക്കുമരുന്നിനെതിരെ പോരാടിയ ഒരു നേതാവ് കൂടിയാണ് ചെന്നിത്തല. അപ്പോൾ ഈ ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ ആവിഷ്കരിച്ചതിന് ശേഷം കേരളത്തിൽ എത്ര വലിയ അളവിലാണ് മയക്കുമരുന്നുകൾ, കഞ്ചാവ്, MDMA അതുപോലെയുള്ള രാസലഹരികൾ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തത് എന്നുകൂടി ഓർക്കണം. ഇവിടെ ഇത്രയധികം ഈ തൊപ്പിയെ പോലെയുള്ളവരൊക്കെ ഇത്രയധികം അഴിഞ്ഞാടാനും ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം ഇത്രയധികം വർദ്ധിക്കാനും കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ ഇത്തരക്കാർക്ക് ഇടയിൽ നിന്ന്, അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മയക്കുമരുന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും ഒക്കെ ഇടയിൽ നിന്ന് വലിയ തോതിൽ UDF സർക്കാരിനെതിരെയുള്ള ഒരു കുപ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ തൊപ്പിക്ക് പിടി വീഴാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും തൊപ്പി മാത്രമല്ല, ഇവിടെ വേടൻ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ 2 പോക്സോ കേസിലെ പ്രതിയാണ്. അവൻ ലഹരി മരുന്നിനെതിരെ വേദികളിൽ പറയുകയും വേദിക്ക് പുറകിൽ പോയി ലഹരി മരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ്. വനനിയമം, അതായത് പുലിപ്പല്ല്, യഥാർത്ഥ പുലിപ്പല്ല് ധരിച്ച് വനംവകുപ്പിന്റെ കേസുള്ളവനാണ്. അവനെയാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ മന്ത്രിമാരുമായി വേദി പങ്കിടാനും സർക്കാരിന്റെ പരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ അവസരം കൊടുത്തത് എന്നുള്ളതാണ്. എന്നോർത്ത് നോക്ക്, വേടനൊക്കെ ചെയ്യുന്നത് എന്താണ്? അവർ ഈ സമൂഹത്തിന്, ഈ ചെറുപ്പക്കാർക്ക്, ഈ കൗമാരക്കാർക്ക്, ഈ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പോൾ അവനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് പിണറായി വിജയന്റെ സർക്കാർ സ്വീകരിച്ചത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി, അതായത് അനോണിമസ് ആയിട്ട് പോലും പരാതി വന്നിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അയാളെ വേട്ടയാടി ഒരു ഭീകരനെ പോലെ പിടിച്ച് 18 ദിവസം ജയിലിലടച്ച സർക്കാരാണ് പിണറായി വിജയൻ്റേത്. ആ പിണറായി വിജയന്റെ സർക്കാർ 2 പോക്സോ കേസുകളിൽ പ്രതിയായവന് 1 ദിവസം പോലും ജയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രം, 1 മണിക്കൂർ പോലും ജയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. കാരണം തലയ്ക്ക് വെളിവില്ലാത്തവരെയാണ് അവർക്ക് ആവശ്യം. അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ, ജീവിത സാഹചര്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കില്ല, കൊടി പിടിക്കാനും അതുപോലെ മുദ്രാവാക്യം വിളിക്കാനും ഒന്നും പോകില്ല. ഇതവർക്ക് നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ മയക്കുമരുന്നിനെ അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചത്. എന്തായാലും ഈ തൊപ്പി എന്ന് പറയുന്നവനൊക്കെ ഈ സാമൂഹ്യ ദ്രോഹികളാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതാണ് ഇവരെയൊക്കെ. പല സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോലും ഇവനെ പോലെയുള്ളവരെ ക്ഷണിച്ചു വരുത്തി എന്ന് അറിയുമ്പോഴാണ് ഇവിടുത്തെ തലമുറയുടെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു മനസ്സ്, ഒരു ചിന്താശേഷി എത്രമാത്രം വികൃതമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും തൊപ്പിക്ക് പൂട്ട് വീഴാൻ ഒരുങ്ങുകയാണ്. തീർച്ചയായും സർക്കാരും പോലീസും ഇതിനെതിരെ ഒരു ഉചിതമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ന്യായീകരിക്കാൻ മറ്റു കാരണങ്ങളില്ല. അവൻ്റെ വീഡിയോ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊക്കെ എന്നേ കേസെടുക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ സർക്കാരിൻ്റെയും പാർട്ടി നേതാക്കളുടെയും അഴിമതി തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്.
നിരവധി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെപ്പോലെയുള്ളവർക്ക് എന്തും പറയാം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പോലും അറിയാതെ, അതിലെന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യണമെന്നറിയാതെ ഇപ്പോഴും ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെയും ഇത് കൈകാര്യം ചെയ്യുന്ന സൈബർ പോലീസിൻ്റെയും ഒക്കെ കുഴപ്പമാണ്. അത് സൈബർ പോലീസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. അപ്പോൾ എന്തായാലും തൊപ്പിക്ക് പൂട്ട് വീഴാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്.